അങ്ങനെ സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ദേവസ്വം ബോർഡിലേക്കും എത്തുകയാണ്. മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. കേസിലെ രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വിവരമുണ്ട്. പ്രതിപട്ടികയിലുള്ള മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം നടക്കുന്നത്. ആർ അനന്തകൃഷ്ണനും ഒപ്പം മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് ശ്യാമപ്രസാദ് ഉത്തമനും നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ആർ അനന്തകൃഷ്ണനിലേക്കാണ്. അനന്തൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം നിർണായകമായ ഒരു അറസ്റ്റ്, അത് മുരാരി ബാബു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അതിലേക്ക് നീളും എന്നാണോ മനസ്സിലാകുന്നത്? എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ? പൂജ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക പാളികൾ ഇളക്കിക്കൊണ്ടുപോയ കേസിൽ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു. ഇന്നലെ ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കാൻ SITക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ ആ ഉത്തരവ് വന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ കേസിൽ രണ്ടാം പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ SIT തീരുമാനിച്ചിരിക്കുന്നത്. അത് നാളത്തേതിന് അപ്പുറം ഈ അറസ്റ്റ് നടപടികൾ പോകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഒരുപക്ഷെ ഏറ്റവും അടുത്ത് തന്നെ അറസ്റ്റ് ഉണ്ടാകും. എന്തായാലും അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്നോ നാളെയോ ആയിട്ട് അറസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും. അതിനുശേഷം മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ മുരാരി ബാബുവിൻ്റെ പങ്കെന്ന് പറയുന്നത് 2019 അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശബരിമലയിൽ. ആ സമയത്താണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ അത് തങ്കം പൊതിഞ്ഞതാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും അത് ചെമ്പാണ് എന്ന് രേഖകൾ ഉണ്ടാക്കുകയും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ വേണ്ടി വലിയ തോതിൽ ഉത്സാഹിക്കുകയും ചെയ്തതെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഉന്നതതല ഗൂഢാലോചനയിലെ ഒരു പങ്കാളി മുരാരി ബാബു ആണെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് 2025 ഈ ദ്വാരപാല പാളികൾ വീണ്ടും കൊണ്ടുപോകാൻ ശ്രമിച്ചത് അത് 2019 കൊള്ള മറയ്ക്കാനാണ് എന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും ഇതിൻ്റെ നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് മുരാരി ബാബു ആണ്. ആ സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ശബരിമലയിൽ. അപ്പോൾ മുരാരി ബാബു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് വലിയ തോതിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം, ഇതിന് മുകളിൽ ദേവസ്വം ബോർഡിനോ ദേവസ്വം വകുപ്പിനോ ഒക്കെ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യവും അറിയാവുന്നയാൾ മുരാരി ബാബുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുരാരി ബാബുവിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് SIT നീങ്ങിയിരിക്കുന്നത്. ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള വിവരമാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ശ്യാമപ്രസാദ് ഉത്തമൻ കൂടി ചേരുന്നുണ്ട്. ശ്യാമ, മുരാരി ബാബുവിന്റെ വീടിന് മുന്നിലാണ് ഇപ്പോൾ ശ്യാം ഉള്ളത്. ഉടൻ തന്നെ ഇന്നോ നാളെയോ അതിനപ്പുറം പോകാതെ തന്നെ ഉടൻ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. മുരാരി ബാബു ഇപ്പോൾ അവിടെ തന്നെയുണ്ടോ? അവിടെ നിൽക്കുമ്പോൾ ഈ അന്വേഷണ സംഘം ഏതെങ്കിലും വിധത്തിൽ മുരാരി ബാബുവായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? അവരുടെ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ ശ്യാമിന് ലഭിക്കുന്നുണ്ടോ? പൂജ, അതായത് ഈ ഹൈക്കോടതിയുടെ ഇടപെടലിന് പിന്നാലെ രണ്ടാം പ്രതിയായിട്ട് മുരാരി ബാബു വന്നതോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം ഏത് നിമിഷവും എത്തിച്ചേരും എന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും മറ്റുമൊക്കെ ഉണ്ട്. ഇവിടെ എത്തിയ ശേഷം നമ്മൾ മുരാരി ബാബുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ആ ഘട്ടത്തിൽ അദ്ദേഹം ഫോൺ എടുക്കുകയും തുടർന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് കടുത്ത പനിയാണ്, മറ്റൊന്നും തന്നെ പറയാനില്ല എന്ന കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചത്. ഈ പെരുന്നയിൽ, ചങ്ങനാശ്ശേരിയിലെ ഈ പെരുന്നയിലെ വീട്ടിലുണ്ടോ എന്ന ചോദ്യത്തിനും ഒന്നും പറയാതെ ആ ഫോൺ കട്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ ഈ തൊട്ട അയൽവാസികൾക്ക് പോലും ഇദ്ദേഹത്തെക്കുറിച്ച് കാര്യമായിട്ട് ഒന്നും തന്നെ അറിയുന്നില്ല എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഗേറ്റും മറ്റുമൊക്കെ അടച്ചിട്ട ഒരു സ്ഥിതിയിലാണുള്ളത്. എന്തായാലും വരുന്ന ഇന്നോ നാളെയോ ആയിട്ട് SIT, അതായത് പ്രത്യേക അന്വേഷണ സംഘം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എന്തായാലും ഈ രണ്ടാം പ്രതി ആയതിനാൽ തന്നെ ഈ മുരാരി ബാബുവിൻ്റെ വീട്ടിലേക്ക് എത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് തീർച്ചയായിട്ടും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിർണായകമായ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നതായിരിക്കും. ഒപ്പം മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണം നീളും. അങ്ങനെ പ്രധാനപ്പെട്ട ഓരോ വിവരങ്ങളും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുന്നിലേക്ക് എത്തുകയും ചെയ്യും. ആർ അനന്തകൃഷ്ണനും ശ്യാമപ്രസാദ് ഉത്തമനുമാണ് നമ്മളെടുത്ത് വിവരങ്ങൾ നൽകിയത്.